ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കോളേജിലെയും ഓഫീസിലെയും സ്കൂൾസിലെയും ഒക്കെ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ മുതിർന്നവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ന്യൂ ജനറേഷൻ ഓണാഘോഷം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് തറവാട്ടിലൊക്കെ തിരിച്ചെത്തിയിരിക്കുകയാണ്. എല്ലാവരും നാളെ തിരുവോണത്തിനെ വരവേൽക്കാൻ വേണ്ടി ഉത്രാടപ്പാച്ചിലാണ്. അപ്പൊ ഇന്ന് നിങ്ങളോടൊപ്പം ഉത്രാടപ്പാച്ചില് ഞാനും എന്റെ സംഘവും ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. യെസ്, എന്റെ സംഘം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിച്ചൊക്കെ കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞങ്ങളുടെ സംഘം. ഞങ്ങൾ എപ്പോഴും സെലിബ്രേഷൻ ആണ് അല്ലെ? ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നോണ്ട് എങ്ങോട്ടാ നോക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്റെ ഈ ഒരു സംഘത്തിനെ ഞാൻ ആദ്യമായിട്ട് തന്നെ പരിചയപ്പെടുത്താം. നമ്മുടെ ഈ ഒരു ഓണാഘോഷത്തിന് ഓണമാണല്ലോ പ്രധാനം അല്ലെ? അപ്പൊ ഓണം എന്ന് പറഞ്ഞ ഒരു ഓണം ആൽബം ആയിട്ടാണ് നമ്മൾ ഇന്ന് ആദ്യത്തെ ടീമിനെ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നമ്മുടെ സ്വന്തം എല്ലാമായ ഒന്ന് പരിചയപ്പെടുത്തും. എന്റെ ഓഫീസ് വൈറ്റിലാണ്. ഞങ്ങൾ ഒരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട്. കുറച്ച് കൂട്ടുകാരും ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഓണത്തിന് ഒരു ഓളമുള്ളൊരു പാട്ട് ഇറക്കിയതാണ്. അതിനപ്പോ ഓണം എന്ന് പറഞ്ഞ പേരങ്ങോട്ട് ഞങ്ങൾ കൊടുത്തു. നക്ഷത്രം കൂടി പറഞ്ഞു, ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞു. നമ്മള് മലയാള സിനിമയ്ക്കൊക്കെ ഈ പുതു നായികമാരെയൊക്കെ കിട്ടിയെന്ന് പറയുന്നത്, അതേപോലെ ഇപ്പൊ ആൽബത്തിലേക്ക് നല്ല ഭംഗിയുള്ള കണ്ണുകളുള്ള ഒരു നായികയെ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കൃഷ്ണപ്രിയ. അത് കണ്ടാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ആൽബം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആള് ചില്ലറക്കാരൊന്നുമല്ല. അപ്പൊ ഏതായാലും ഈ ഒരു ആൽബത്തില് നമ്മുടെ അടുത്ത ഓൺ സ്ക്രീൻ വരുന്ന എല്ലാമായ താരം പാട്ട് അഭിനയം എല്ലാം ചെയ്തിരിക്കുന്നത് പേരൊന്നും. എന്റെ പേര് ശ്രീരാജ് എന്നാണ്. ഞാനാണ് ഈ പാട്ടിന്റെ ലിറിക്സ്, സംഗീതം, പിന്നെ അഭിനയിച്ചത്, പാടിയതെല്ലാം. അങ്ങനെ കുറച്ച് നാളായി ഇത് ചെയ്തിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഓണത്തിന് അതൊന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞത്. ഇത് നമ്മുടെ സ്വന്തം എനിക്കും ഇതിന്റെ ഭാഗമാകാൻ പറ്റി അതോടൊപ്പം ഓണത്തിന്. അതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നൊക്കെയാണല്ലോ പറയുന്നത്. പിന്നെ പങ്കുചേരാം, നമുക്കൊന്ന് എല്ലാവർക്കും കൂടി ഒന്ന് വിളിക്കാം. അവരിലേക്ക് ഞാൻ വരും. ഇത്ര നേരം ഞാൻ ശല്യപ്പെടുത്താത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഒന്ന് ശ്വാസം വിട്ടോട്ടെ. ഇവിടെ ഇങ്ങനെയൊക്കെയായിരുന്നു ആക്ഷൻ കുറച്ച് നേരത്തെ. ഏതായാലും ഓണത്തിന്റെ ഈ ഒരു ഓണം നമുക്കൊന്ന് ശരിക്കും ആഘോഷിക്കണ്ടേ? എന്താണ് ഓണം? ഇവിടെ മൊത്തം ഓണത്തിന്റെ ഓണത്തിലാണ്. അപ്പൊ ഓണത്തിനെ കുറിച്ച് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഈ ശരിക്കും പറഞ്ഞ ഓണത്തിന് ഒരു ഓണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സും ശ്രീരാജും അങ്ങനെ എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്, അവരെല്ലാവരും കൂടി ചെയ്തൊരു പ്രൊജക്റ്റാണ് ഓണം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനും ശ്രീരാജും കൂടി ഏകദേശം 2 കൊല്ലം മുമ്പ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ ഒരു പാട്ടാണ്. അതിന് 2 കൊല്ലം മുമ്പ്, അതായത് ഒരു 4 കൊല്ലം മുമ്പ് ശ്രീരാജിന്റെ മനസ്സിൽ ഈ പാട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് ഈ പാട്ട് ചെയ്ത് ഇറക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഓണത്തിന്റെ സമയപ്പോഴേക്കും ചെയ്ത് തീർക്കാൻ പറ്റില്ല. പക്ഷെ ഇക്കൊല്ലം 1 മാസം മുമ്പ് ശ്രീരാജ് ഓഡിയോ റഫ് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. സംഭവം കേട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ നമ്മള് പ്രൊഡ്യൂസറിനെ പിടിക്കാൻ വേണ്ടി ഓർഡർ ചെയ്യും. ഫേസ്ബുക്കിലൊക്കെ അപ്ഡേറ്റ് ഒക്കെ ഇട്ട്, പക്ഷെ പ്രൊഡ്യൂസറിനെ കിട്ടിയില്ല. അങ്ങനെ ക്യാമറയും അതിന്റെ എഡിറ്റിങ്ങും ഡയറക്ഷനും ഞാനാണ് ചെയ്തത്. അപ്പൊ ക്രൂ മെമ്പേഴ്സിനെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളുടെ കൂട്ടുകാർക്കുള്ള എക്യുപ്മെന്റ്സും പ്രോപ്പർട്ടീസും ഈ പാട്ടിലൊരു കണ്ടെയ്നർ ലോറി കാണിക്കുന്നുണ്ട്. അതെന്റെ കസിൻ ബ്രദർ കണ്ടെയ്നർ ലോറി ഓടിക്കുന്നുണ്ട്. അങ്ങനെ അവരായിട്ട് സംസാരിച്ചിട്ട് അതിന്റെ പെർമിഷനൊക്കെ എടുത്ത് അങ്ങനെയുള്ള സീൻസ് എല്ലാം ഷൂട്ട് ചെയ്തു. പിന്നെ കുറച്ച് സീനുകള് പുലികളി പാട്ടിൽ കാണിക്കുന്നുണ്ട്. അതും ഞങ്ങൾ കോസ്റ്റ്യൂം എല്ലാം ഞങ്ങൾ തന്നെ വരച്ചുണ്ടാക്കി. അതായത് ഇന്നർബനിയം മേടിച്ചിട്ട് അതിന് അക്രിലിക്കിന്റെ പെയിന്റിങ് ചെയ്തിട്ട് അക്രിലിക് കൊണ്ടാണ് പെയിന്റ് ചെയ്തത്. അങ്ങനെ പുലികളി സീൻ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 8 ദിവസം എടുത്തു ഇത് ഷൂട്ട് ചെയ്ത് തീരാൻ വേണ്ടി. പാട്ടാകെ 3 മിനിറ്റ് ഉള്ളൂ. പക്ഷെ ഒരുപാട് വിഷ്വൽസ് ഇതിൽ കൂടി ഇങ്ങനെ കടന്നു മാറി പോകുന്നുണ്ട്. കണ്ടപ്പോ തന്നെ ഭയങ്കര റാൻഡം ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു ആഘോഷത്തിൻ്റെതായ. പിന്നെ ഈ പാട്ട് ചെയ്യാൻ നേരത്തെ ശ്രീരാജിന് നോക്കുന്നുണ്ടായിരുന്നു. അതില് ഒരു റാപ്പ് സീൻ ഉണ്ട്, റാപ്പ് പോർഷൻ ഉണ്ട്. ആ പോർഷനിൽ മാത്രമെങ്കിലും ഒന്ന് ശ്രീരാജ് മുഖം കാണിക്കണമെന്നായിരുന്നു. അങ്ങനെ മതിയെന്നായിരുന്നു. പക്ഷെ ശ്രീരാജിനെ ഒരു ദിവസം ഞാൻ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് നോക്കി. വലിയ ആൾ കുഴപ്പമില്ല. നേരിട്ട് കാണുന്ന പോലെ അല്ല, ക്യാമറയിൽ കോസ്റ്റ്യൂം ഞങ്ങള് എറണാകുളം മാർക്കറ്റിൽ ഒരു ദിവസം ചെന്നിട്ട് അവിടെ ഇങ്ങനെ കുറെ നടന്നു. അങ്ങനെയാണ് ഈ കോസ്റ്റ്യൂം സെലക്ട് ചെയ്തത്. പ്രത്യേക ടൈപ്പാണ് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച്
മാലയും അതുപോലെ മേടിച്ച് ഇട്ട് കൊടുത്ത് ശ്രീരാജിന്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചു. കൂളിംഗ് ഗ്ലാസ് മെയിനായിട്ട് ഞാൻ വെപ്പിച്ചത് ആളുകളായിട്ട് ഐ കോൺടാക്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. എന്നുവെച്ചാൽ ആളുകളുടെ കണ്ണിൽ നോക്കി കഴിയുമ്പോഴാണ് നമുക്കൊരു ഭയം പേടി ഇതെല്ലാം വരുന്നത്. അതുപോലെ അങ്ങനെ ശ്രീരാജിന് മെയിൻ കോസ്റ്റ്യൂം മേടിച്ച് കൂളിംഗ് ഗ്ലാസ് വെപ്പിച്ച് മെയിൻ മാർക്കറ്റിലൂടെ നടന്ന് ഷൂട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ശ്രീരാജിന്റെ നേരെ ഒരു മൂലക്കൊതിക്ക് മാറിയിരുന്നു. ഞാൻ നേരെ ക്യാമറ ആയിട്ട് മാർക്കറ്റിന്റെ ഉള്ളോട്ട് പോയി. ശ്രീരാജിനെ എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ സ്ഥലത്ത് നിന്ന് ക്യാമറ വെക്കും. അപ്പൊ ശ്രീരാജ് ഒന്ന് ഫ്രണ്ടിൽ നിൽക്കും. അങ്ങനെ ഈ പവർത്തിന് നിൽക്കുന്ന ആൾക്കാര്, പിന്നെ ചെരുപ്പ് വെക്കുന്ന ആൾക്കാര്, അവിടെ ഇവിടെ എന്തെങ്കിലും തൂണൊക്കെ ഉണ്ടായിരുന്നു. ചാരി നിങ്ങൾ GCDയുടെ ഒരു പ്രൊജക്ട് അങ്ങനെ ആ ഫുൾ വോക്കല് 3 മിനിറ്റ് പാടുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് ശ്രീരാജ് കൊണ്ട് പാടിപ്പിച്ചു. പിന്നെ ഒരു ദിവസം പുലികളി ഷൂട്ട് ചെയ്തു. ഫ്രീക്കന്മാരെ വിളിച്ചിട്ട് ഫ്രീക്കന്മാരുടെ കുറച്ച് സീൻസ് എടുത്തു. അവരുടെ മുഖം അത്രയ്ക്ക് രജിസ്റ്റർ ചെയ്തു. പക്ഷെ കണ്ണുകളാണ് നമ്മള് ഈ പണ്ടത്തെ നല്ല ഐശ്വര്യമുള്ള കണ്ണില്ലേ, കൺമഷിയൊക്കെ എഴുതി ഒരുപാട് പൊങ്ങൊന്നും വേണ്ട. നല്ല നല്ല മലയാളി തനിമയുള്ള കണ്ണൊക്കെ ഉള്ള ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് സത്യം ഇവിടെ വന്നിട്ട് ആരും മനസ്സിലായില്ല. കണ്ണ് എവിടെയോ നല്ല കണ്ടുപിടിച്ചുള്ള കണ്ണ്. അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇയാളാണ് ആ കണ്ണിന്റെ ഉടമസ്ഥ. ഇവിടെ അവസാനിക്കുന്നില്ല. സ്റ്റോക്കായിട്ടാണ് ഞങ്ങളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ എല്ലാവരും റെഡി ആണല്ലോ അല്ലെ? അപ്പൊ ഇനി ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചാൽ ഓക്കെ? ഒരു മിനിറ്റ്, ഇപ്പോഴും ഞാൻ കാര്യം ഇപ്പൊ തന്നെ എനിക്കറിയാം നിങ്ങൾ കുറെ പേര് ഈ ഒരു ആൽബം കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ഫിഗറിന് ഇത്ര പെട്ടെന്ന് അങ്ങനെ സ്ട്രൈക്ക് ആയിട്ടുണ്ടാവില്ല. ഇപ്പൊ ഞാൻ ആളെ മനസ്സിലാക്കി. പക്ഷേ ഇതായിരുന്നു അക്കൗണ്ട്. ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ചെയ്തായിരുന്നു. ഇതിന്റെ കാര്യത്തിൽ ഒരു മാല പിടിച്ച് വലിക്കൊക്കെ പക്ഷെ കുറച്ച് നീളം അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാനേ. അപ്പൊ നമ്മുടെ നായിക കഥാപാത്രം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ്. ചേട്ടന്മാരൊക്കെ ഭയങ്കര ഫ്രീ ആയിരുന്നു. ഭയങ്കര ഫ്രീ ആണ്. പിന്നെ ഭയങ്കര ഫ്രീ. ചേട്ടന്മാരുടെ മുതിരത്തിൽ കയറി ചവിട്ടുന്നാളായിരുന്നു. അതോ കണ്ണാലും പറയില്ല. സത്യം കുറെ കാലത്തിന് ശേഷം ഒരു എന്താ പറയാ മലയാള തനിമയൊക്കെ ഉള്ള ഒരു നാടൻ അല്ലെ, ഗ്രാമീണ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് പൊങ്ങണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അത് പറഞ്ഞത് നന്നായി. അപ്പൊ ഏതായാലും നമ്മള് ഓണം അല്ലെ, ഓണത്തിൽ തന്നെ നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഓണപരിപാടികൾ? പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഓണമായിട്ട് വീട്ടിലോട്ട് പോകണം. വെച്ചാൽ ഈ പാട്ടും ഇത് ബഹളമായിട്ട് നടന്നുകൊണ്ട് വീട്ടിലോട്ട് ഒരു സൈഡ് പോയിട്ടില്ല. വീട്ടിൽ ചെന്ന് അമ്മച്ചയും ഉണ്ടാക്കിയ ഭക്ഷണം പായസം എല്ലാം കഴിച്ച് വീട്ടുകാരുടെ ശരിക്കും ഇന്ന് തുടങ്ങും നമ്മുടെ ഉത്തരാടപ്പാച്ചില്. നാളെ തിരുവോണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്ന് തുടങ്ങുകയാണ് എല്ലാവരും. അപ്പൊ നമ്മളെന്തായാലും അവരൊക്കെ ആയിട്ട് നമുക്ക് കുറെ പാട്ടുകളൊക്കെ പാടി അവരുടെ ആ പാച്ചിലൊക്കെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടെ കൂടിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം? ഇത്തവണ പക്ഷെ ആൽബത്തിന്റെ ആ ഒരു വിജയമധുരവും കൂടി ഉണ്ടല്ലേ? സ്റ്റുഡിയോ സ്വന്തം സ്റ്റുഡിയോ അതിന്റെ ബാനറിൽ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നു. സ്റ്റുഡിയോ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും റോൾ എനിക്ക് തരും. പ്രധാന നടൻ നമ്മുടെ ഈ ആൽബത്തില് അത് കഞ്ഞിവെള്ളം എഴുതി കാണിക്കുന്നുണ്ട്. ആരോഗ്യത്തിന് പാണ്ഡനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുകയില്ലിനി. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ.
എന്തൊക്കെയാണ്? പരിപാടികൾ എന്തൊക്കെയാണ്? ഇപ്പം ഫ്യൂച്ചറിൽ ഇത് ഇപ്പൊ ഈ ഒരു പാട്ടിന് ശേഷം ഞാൻ ഡോണും കൂടി അടുത്തൊരെണ്ണം മുമ്പ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതൊരു ട്രാവലിംഗ് സോങ് പോലെ ഒരു സംഭവമാണ്. സുന്ദരിയും സുമുഖിയുമായ നായികമാരെ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ട നമ്പർ ഞാനിപ്പോ പറയുന്നില്ല. ഞാൻ സീക്രട്ടായിട്ട് പറയാം. നമുക്ക് അനിയത്തിയുടെ റോൾ കൊടുക്കാം. അപ്പൊ പറയൂ എന്തൊക്കെയാണ്? അത് ഒരു ട്രാവലിംഗ് സോങ് ആയിട്ട്, അതായത് ഒരു ട്രാവൽ ചെയ്തുകൊണ്ടുള്ള ഒരു വിഷ്വൽസാണ് ഞങ്ങൾ അത് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ലിറിക്സിന്റെ വർക്ക് ഞാൻ ആലോചിക്കുന്നതേ ഉള്ളൂ. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഡോണിന്റെ പേഴ്സണൽ വർക്കുകൾ വേറെ വരും. ഒന്നാം സ്റ്റുഡിയോയുടെ വേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇത് ചെയ്യാൻ അങ്ങനെ പ്ലാൻ ചെയ്തു. കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം അല്ലേ? അല്ല, ഞാൻ പറയുന്നുമില്ല. ഇവിടെ ഗാനരചന, ഗാനാലാപനം, എഡിറ്റിംഗ് അപ്പുറത്താണ്. അവിടെ കണ്ണൊക്കെ ഇങ്ങനെ മറച്ചു പിടിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല അടിപൊളി അല്ലെ ഒരു തിരുവോണം ആശംസിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ ഉത്രാടപ്പാച്ചിൽ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പാടുക. നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാം. സോ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഓണം.